നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നിധി മാപ്പ് പറഞ്ഞു എന്നല്ലേ നീ പറഞ്ഞത്? അത് പക്ഷേ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ലല്ലോ. നിധിയെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഇനിയും ശിവാനി ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് ഭയാവുക. ഈ ശിവാനിയെ കൊണ്ട് അതിനൊക്കെ പറ്റും തോന്നുന്നുണ്ടോ നിനക്ക്? ശിവാനി വെറും ഒരു ആയുധം മാത്രമാ ഗോപിയേട്ട. പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാം കുബുദ്ധികളാ. വസു, ചന്ദ്രബോസ്, ജ്യോതിർമയി എല്ലാവരും ചേർന്ന് ശിവാനിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതാ. ഇനിയിപ്പോ ശിവാനി അതിൽ തോറ്റു പോകുന്നു തോന്നിയ വസു അവസാന ആയുധമായിട്ട് ഗൗതമിന്റെ ജന്മരഹസ്യം ശിവാനിയോട് പറഞ്ഞു കൊടുക്കില്ലെന്ന് എന്താ ഒരു ഉറപ്പ്? അതൊക്കെ വസു പറയുന്നു എന്നല്ലാണ്ട് പ്രവർത്തിക്കുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ല, വസു അങ്ങനെയൊന്നും ചെയ്യില്ല. എങ്ങനെ വിശ്വസിക്കും നമ്മള്? ഇത്രയൊക്കെ കാണിച്ചു കൂട്ടാമെങ്കില് ഇതല്ല ഇതിനപ്പുറം വസു ചെയ്യും. നിധിയെയും ഗൗതമിനെയും പിരിക്കുന്നതിന് വേണ്ടി വസു പണയം വെച്ചിരിക്കുന്നത് പ്രണവിന്റെ ജീവിതം. എന്നെ ഇപ്പം വസു ഭീഷണിപ്പെടുത്തുന്നത് ഗൗതമിന്റെ ജന്മരഹസ്യം ശിവാനിയോട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞോണ്ടാ. ഗൗതമിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ശിവാനി അറിഞ്ഞാ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഈ കുടുംബത്തെ അവൾ എരുതിയിലിടും. ഓരോരുത്തരും ഓരോ വഴിക്ക് ഓടി രക്ഷപ്പെടും. ഈശ്വരമംഗലം തന്നെ ചന്ന ഭിന്നാവും. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. നീ ഒന്ന് സമാധാനപ്പെട്. അവൾക്കിഷ്ടമില്ലാത്ത നിധിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് മാത്രമേ വസു ആഗ്രഹിക്കുന്നുള്ളൂ. അതവൾക്ക് ഗൗതമിനോടുള്ള സ്നേഹം കൊണ്ടാ. ഗൗതമിന്റെ രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞാൽ ഗൗതം ഈ വീട് വിട്ടുപോകുന്ന വസുവിനെ നന്നായിട്ടറിയാം. അതവൾക്ക് സഹിക്കാൻ പറ്റുമോ? ഒരു